ഉൽപ്പത്തി പുസ്തകം നമുക്കൊന്ന് എടുത്താട്ടെ. ഉൽപ്പത്തി പുസ്തകം 39-ാമത്തെ അധ്യായം. ഉൽപ്പത്തി പുസ്തകം 39-ാമത്തെ അധ്യായം, അതിൻ്റെ 20 തുടങ്ങിയുള്ള വേദവാക്യങ്ങൾ, 20 തുടങ്ങി 22 വരെയുള്ള വേദവാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 39-ാമത്തെ അധ്യായം, അതിൻ്റെ 22 തുടങ്ങിയുള്ള വേദവാക്യങ്ങൾ. കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. ഞാൻ ഒന്നുകൂടെ വാക്ക് വായിക്കാം. കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. ദൈവത്തിന് സ്തോത്രം. ഈ വേദഭാഗം നമുക്കേറെ സുപരിചിതമാണ്. ഇന്ന് പകലിൽ ഞാൻ എവിടെ നിന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നൊരു വിഷയം, ദൈവത്തിന് നമ്മോട് കൃപയുണ്ടെന്ന് ദൈവം തെളിയിക്കാൻ പോവുക. സ്തോത്രം. അത് വ്യത്യസ്ത മേഖലകൾക്കകത്ത് ദൈവം ഈ ആഴ്ചകളിൽ നമ്മളോടത് തെളിയിക്കും. സ്തോത്രം. നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല, നിന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട്, എനിക്ക് നിന്നോട് കൃപയുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരാഴ്ചയായിട്ട് ഇത് മാറാൻ പോവുക. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം ശ്രദ്ധിക്കണേ. സ്തോത്രം. യോസഫ് എന്ന് പറയുന്ന ദൈവപുരുഷൻ തനിക്ക് ഒരു ദർശനം തമ്പുരാൻ നൽകി കൊടുക്കുക. ദർശനം മുഖാന്തരം ചേട്ടന്മാർക്കെല്ലാവർക്കും സ്തോത്രം തന്നോട് ഭയങ്കര ദേഷ്യമായി. പലപ്പോഴും ആ വേദഭാഗമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ യോസഫിന് വല്ല കാര്യമുണ്ടോ? ചേട്ടന്മാരുടെ കുറ്റങ്ങളൊക്കെ ചെന്ന് അപ്പനോട് പറഞ്ഞ് അങ്ങനെ ആയിത്തീരേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ചിലപ്പോൾ തോന്നാറുണ്ട്. പക്ഷെ അവിടെ നിന്ന് നമ്മളൊരു മർമ്മം ഗ്രഹിക്കേണ്ടതുണ്ട്. എന്നെപ്പോലെ തന്നെ എൻ്റെ ചേട്ടന്മാരും വിശുദ്ധിയിൽ തികഞ്ഞിരിക്കണമെന്ന് യോസഫ് ആഗ്രഹിക്കുക. സ്തോത്രം. അതുകൊണ്ട് തന്നെ നമുക്കത് തെളിയിക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ പോത്തീഫറിന്റെ ഭവനത്തിൽ പാപം ചെയ്യാനുള്ള സകല സാഹചര്യങ്ങളും തൻ്റെ മുമ്പിൽ ഒരുങ്ങി വരുമ്പോൾ അതിനകത്ത് നിന്ന് ഇറങ്ങി ഓടുന്ന ഒരു യോസഫിനെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത് സ്തോത്രം, ചേട്ടന്മാർ അങ്ങനെയൊന്നും ആയില്ലെങ്കിൽ പോലും യോസഫിന് തൻ്റെ വിശുദ്ധിയും വേർപാടും കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യം. ഞാൻ പറഞ്ഞു വരുന്നത് സ്തോത്രം ശ്രദ്ധിക്കണേ. അങ്ങനെ തനിക്കെതിരെ ഒരു അപവാദം കടന്നു വരുന്നു. എന്താണ്? ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ തന്നെ അപമാനിച്ച് കള്ളത്തരങ്ങൾ പറഞ്ഞ് കെട്ടിച്ചമച്ച് സ്തോത്രം തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള കാരാഗ്രഹത്തിനകത്ത് അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. യോസഫിന്റെ യജമാനൻ അവനെ പിടിച്ച് രാജാവിൻ്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗ്രഹത്തിലാക്കി. സ്തോത്രം. അപ്പോൾ അവിടെ മറ്റ് സ്തോത്രം ജയിലുകളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇതൊരു സ്പെഷ്യൽ കേസ് പോലെ സ്തോത്രം ഒന്നുകൂടെ കടുകട്ടിയാക്കി ഇദ്ദേഹത്തെ എന്ത് ചെയ്യാണ്? രാജാവിൻ്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗ്രഹത്തിൽ എന്ന് പറഞ്ഞാൽ രാജാവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ബദ്ധന്മാർ. രാജാവിനോട് അനീതി കാണിച്ചിട്ട് രാജാവിനെ എന്തെങ്കിലും അവിടെ പോരായ്മകൾ കാണിച്ചിട്ട്, അതുകൊണ്ടാണ് അപ്പക്കാരുടെ പ്രമാണിയും ആ വീഞ്ഞ് കൊടുക്കുന്ന പാനപാത്രവാഹനും അവിടെ വരാൻ കാരണം അതാ. സ്തോത്രം. ഞാൻ പറയുന്നതിൻ്റെ ആശയം മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ സ്തോത്രം, രാജാവിൻ്റെ ബദ്ധന്മാർ കിടക്കുന്ന ആ കാരാഗ്രഹത്തിനകത്താക്കുമ്പോൾ സ്തോത്രം ഈ അപ്പക്കാരുടെ പ്രമാണി പാനപാത്രവാഹനും അവിടെ വരുമ്പോൾ രണ്ടിൽ ഒരാളെ പുറത്തു പോയുള്ളൂ. ഹലോ സ്തോത്രം. അതിൻ്റെ തീവ്രത മനസ്സിലാക്കണം. രണ്ടിൽ ഒരാളെ എന്ത് ചെയ്തിട്ടുള്ളൂ? പുറത്തു പോയിട്ടുള്ളൂ. അപ്പോൾ കൊല്ലാൻ വേണ്ടി ഇടുന്ന ഒരു കാരാഗ്രഹം, അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. സ്തോത്രം. അവിടെയാണ് ആര് കിടക്കുന്നത്? യോസഫിനെ കൊണ്ടുവന്ന് ആക്കിയിരിക്കുന്നു. സ്തോത്രം. കാരണം മറ്റൊന്നല്ല, ഇത് ഒരു സ്ത്രീ വിഷയത്തിനകത്താണ്. ഒരു യജമാനന്റെ ഭാര്യയെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന കേസിനാണ് എവിടെ കിടക്കുന്നത്? ഈ കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്നത്. സ്തോത്രം. ഏറെ പ്രതികൂലമാണ്. അവിടെ നിന്നൊരു വിടുതൽ ലഭിക്കുമോ എന്നുള്ളതിന് യാതൊരു സാധ്യതയും ഇല്ലാതിരിക്കുന്നതിൻ്റെ നടുവിൽ പരിശുദ്ധാത്മാവ് അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തുകയാണ്. സ്തോത്രം. കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ ഒരു സാധ്യതയും ഇല്ലാത്തതിൻ്റെ നടുവിൽ യോസഫിനോട്
ദൈവത്തിന്റെ കൃപ ദൈവം കാണിക്കുകയാണ്. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവവൈതലേ, രക്ഷപ്പെടാൻ ഒരു സാധ്യതയും ഇല്ലെന്ന് നമ്മൾ പറയുമ്പോഴും ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് നിന്നെ അതിനകത്ത് നിന്ന് പൊന്നുപോലെ പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങൾ അടിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. നിന്റെ കണ്ണിന് മുമ്പിൽ ചിലരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. സ്തോത്രം. ഒരാള് സ്തോത്രം അടുത്ത ദിവസം സംസാരിച്ച ഒരാൾ മരണപ്പെട്ടു. അതുപോലെ യോസേഫേ, നീയും തകർന്നു പോകേണ്ടതാണ്. പക്ഷേ സ്തോത്രം, തകർന്നു പോകാൻ അനുവദിക്കാതെ യോസേഫിനെ പൊന്നുപോലെ അതിനകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരത്തക്കവണ്ണം കാരാഗ്രഹ പ്രമാണിക്ക് യോസേഫിനോടൊരു കരുണ തോന്നുക. അത് ദൈവം അങ്ങനെ ചെയ്യുമാറാക്കിയെന്ന തിരുവചനം പറയുന്നത്. ഇന്ന് പകൽ ഞാൻ അത് ശക്തമായിട്ട് ആ ദൂത് വിളിച്ചു പറയുക. ദയ തോന്നാൻ യാതൊരു സാധ്യതയും ഇല്ലാത്തതിന്റെ നടുവിൽ ദൈവം ചിലരെ നിനക്ക് അനുകൂലമാക്കി തരുമെന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുമ്പോൾ എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? നിന്റെ മുമ്പിൽ യാതൊരു സാധ്യതകളുമില്ല, യാതൊരു സാഹചര്യങ്ങളുമില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിന്റെ നടുവിൽ ദൈവം ചിലരെ നിനക്ക് അനുകൂലമാക്കി നൽകി തരുമെന്ന് നിന്നോട് ആത്മാവിൽ ദൂത് വിളിച്ചു പറയാ. നീ അത് എത്ര പേരത് ഏറ്റെടുത്ത് ദൈവത്തെ ഒന്ന് സ്തുതിക്കുന്നുണ്ട്? എല്ലാവരോടും ഇടപെടുന്നത് പോലെയല്ല ദൈവവൈതലേ ദൈവം നിന്നോട് സംസാരിക്കുന്നത്, നിന്നോട് ഇടപെടുന്നത്. നീ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവവൈതലല്ലേ? ദർശനങ്ങളുള്ള ദൈവവൈതലല്ലേ? വിശുദ്ധിക്ക് വേണ്ടി നിന്ന ദൈവവൈതലല്ലേ? മറ്റുള്ളവരോട് കൂടെ നിന്നെ ആക്കുവാൻ ദൈവത്തിന് പദ്ധതിയില്ലെന്നേ. നിന്നോട് ചിലർക്ക് കരുണ തോന്നും, നിന്നോട് ചിലർ ചേർന്ന് വരും, നിനക്ക് ചിലർ അനുകൂലമായിട്ട് മാറും. കാരണം നീ ദൈവത്തിന്റെ വകയോ. അല്പസമയം കരങ്ങൾ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യും. കാരാഗ്രഹത്തിന്റെ സാഹചര്യങ്ങൾ അവസാനിക്കാൻ വേണ്ടി പോകുകയാ. കാരാഗ്രഹത്തിന്റെ സാധ്യതകൾ അവസാനിക്കാൻ വേണ്ടി പോകുകയാ. ഇപ്പോൾ കാരാഗ്രഹം പ്രമാണിക്കാണ് ദയ തോന്നിയതെങ്കിൽ അടുത്ത മണ്ഡലത്തിനകത്ത് രാജാവിന് ദയ തോന്നുകയാ. ആ കാരാഗ്രഹത്തിനകത്ത് ദൈവത്തിന് സ്തോത്രം. കൊടും കുറ്റവാളികൾ കിടക്കുന്നതിന് നടുവിൽ ഒരു മനുഷ്യനോടും പ്രമാണിക്ക് ദയ തോന്നാതിരിക്കുമ്പോൾ യോസേഫിനോട് ദയ തോന്നുകയാണ്. പിന്നത്തേതിന് രാജാവിന് ദയ തോന്നുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇതാ നമ്മുടെ ദൈവത്തിന്റെ പരിപാടി. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നും അല്ലെന്നേ. സ്തോത്രം. ഇങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ പോകുന്നത്. അതിനപ്പുറമായിട്ട് ദൈവം ചിലത് ചെയ്തെടുക്കുമെന്ന് വിശ്വസിക്കുന്നവർ വരങ്കലങ്ങളെ ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. സ്തോത്രം. ശ്രദ്ധിക്കണേ, പൗലോസ് അപ്പോസ്തലൻ ഒരിക്കൽ കപ്പൽ ഛേദം ഉണ്ടായിട്ട് മെലീത്തയിലേക്ക് ചെന്ന് കയറുമ്പോൾ സ്തോത്രം, അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, അവിടുത്തെ ബർബരന്മാർ അസാധാരണമായൊരു കൃപ എന്ത് ചെയ്തു, ഒരു ദയ ഈ പൗലോസിനോട് കാണിക്കുക. സ്തോത്രം. ഇതുവരെ കപ്പൽ തകർന്ന പലരും അവിടെ ചെന്ന് കയറിയിട്ടുണ്ട്. ആരും അവിടെ നിന്ന് ജീവനോട് എന്ത് ചെയ്തിട്ടില്ല, പോയിട്ടില്ല. സ്തോത്രം. പക്ഷേ ഒരു അഭിഷക്തൻ സ്തോത്രം എല്ലാം തകർന്ന് തരിപ്പണമായി ഒരു പലകയുടെ കഷ്ണത്തിൽ പിടിച്ച് നീന്തി 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 അവൻ ആ മിലീത്തിലേക്ക് ചെന്ന് കയറുമ്പോൾ സ്തോത്രം നോക്കിക്കേ. സ്തോത്രം. അവിടെ സകലരോടും ദയ കാണാതിരിക്കുമ്പോൾ ഇതുവരെ അങ്ങനൊരു സംഭവമേ അവിടെ നടന്നിട്ടില്ല. ആരെയും വെറുതെ വിട്ടിട്ടില്ല അവിടുത്തെ ബർബരന്മാർ. പക്ഷേ പൗലോസിനോട് മാത്രം ഒരു അനുകമ്പ. സ്തോത്രം. എന്താ കാരണമെന്നറിയാമോ? അവൻ ദൈവവിളി ഉള്ളവനാ. സ്തോത്രം. അവന്റെ മേൽ ദൈവത്തിന്റെ കൃപയുള്ളവനാ. ആത്മാവിന്റെ അച്ചാരം അവന്റെ മേൽ ഉണ്ടെന്നേ. അവൻ ദൈവത്താൽ മുദ്രയിടപ്പെട്ട ഒരുവനാ. സ്തോത്രം. എത്ര ക്രൂരന്മാർക്കും ഒരു ദൈവ പൈതലിനെ തൊടുവാൻ കഴിയത്തില്ല. അവനോട് ദയ തോന്നും. അതുകൊണ്ടാണല്ലോ സ്തോത്രം, നീ ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും യാക്കോബിനോടൊന്നും ചെയ്യാൻ നിൽക്കരുത് എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഒരു ദിവസം യാക്കോബിന്റെ പേര് മാറ്റിയെന്നേ. അവന്റെ പേര് മാറ്റിയിട്ട് ദൈവത്തിന്റെ പ്രഭു എന്ന് അവന്റെ പേരിട്ടിട്ട് അവനെ ആർക്കും തൊടാതെ വണ്ണം അവനൊരു സ്പെഷ്യൽ കരുതൽ തമ്പുരാൻ കൊടുത്തെങ്കിൽ ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇതിന്റെ നടുവിൽ നിന്ന് എല്ലാവരോടും ഇടപെടുന്നത് പോലെയല്ല അധികാര വർഗങ്ങൾ നിന്നോട് ഇടപെടുന്നത്. നിന്നോടൊരു അനുകമ്പ കാണിക്കുന്ന ദിവസങ്ങളുണ്ടെന്നേ. ബർബരന്മാർ പോലും ജാതീയ മണ്ഡലത്തിൽ നിൽക്കുന്നത് പോലും നിന്നോട് അനുകമ്പ കാണിക്കുന്ന ദിവസങ്ങൾ നിന്റെ മുമ്പിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആലോചന വിളിച്ചു പറയുമ്പോൾ കരങ്ങളടി ചാമേൻ പറഞ്ഞ ദൂതൊന്ന് സ്വീകരിക്കാം.
സമാനമായ ഒരു സാഹചര്യത്തിൽ കൂടെ ദാനിയേലിനും കടന്നു പോകേണ്ടി വന്നു. സ്തോത്രം. ദാനിയേൽ കടന്നുപോയ സാഹചര്യം മറ്റൊരു വിധമാണ്. ബാബിലോണിലേക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ പിടിച്ചുകൊണ്ടുപോയി. സ്തോത്രം. രാജാവിന്റെ സ്തോത്രം അനുമതിയോടുകൂടെ ചില ഭക്ഷണ സാധനങ്ങൾ കഴിച്ചേ പറ്റുള്ളൂ എന്നൊരു കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുക. പക്ഷെ അത് കഴിച്ചു കഴിഞ്ഞാൽ വിശുദ്ധി പോകും, വേർപാട് പോകും. തന്നെത്താൻ മലിനമാക്കാൻ ഇഷ്ടപ്പെടാത്ത ദാനിയേൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സ്തോത്രം അവിടെയുള്ള ഷണ്ണാധിപന് ദാനിയേലിനോടും കൂട്ടരോടും ഒരു കരുണ തോന്നി. സ്തോത്രം. ആ ഭാഗമൊക്കെ എടുത്ത് വായിക്കണമെന്നുണ്ട്. ഞാനതൊക്കെ പറഞ്ഞു വിടുക. എന്നെ കേൾക്കുന്ന പ്രിയരെ നോക്കിക്കേ, നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് ജാതീയ മണ്ഡലങ്ങളിൽ നിന്ന് പോലും നമ്മോടൊരു കരുണ തോന്നുന്നെങ്കിൽ അതിനർത്ഥം എന്താണെന്ന് അറിയാമോ? നീ ദൈവത്തിന് സ്പെഷ്യലാണെന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തിന് സ്തോത്രം. ആരൊക്കെ നിന്നെ തകർക്കാൻ നോക്കിയാലും, ആരൊക്കെ നിന്നെ എതിർക്കാൻ നോക്കിയാലും നിനക്കതൊന്നും ഒരു ബാധകമായിട്ട് വരത്തില്ല. ഈ പ്രശ്നങ്ങൾക്ക് നടുവിൽ നിന്ന്, ഈ പോരാട്ടങ്ങൾക്ക് നടുവിൽ നിന്ന് നീ പൊന്നുപോലെ പുറത്തു വരുമെന്ന് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ദൈവത്തിന് കൃപയുണ്ടെന്ന് അവിടെ തെളിയുക. സ്തോത്രം. ദൈവത്തിന് കൃപയുണ്ട്, നമ്മളോട് കൃപയുണ്ട്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് തന്നെ അതിന്റെ 24-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്തോത്രം അതിന്റെ 12-ാമത്തെ വാക്യവും 14-ാമത്തെ വാക്യവും നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 24-ാമത്തെ അധ്യായം അതിന്റെ 12-ഉം 14-ഉം. നമുക്കറിയാം എലിയാസർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. തൻ്റെ യജമാനന്റെ മകന് വേണ്ടി പെണ്ണെടുക്കുവാനായിട്ട് പോവുക. സ്തോത്രം. ദീർഘമായൊരു യാത്ര ചെയ്തു വരുമ്പോൾ താൻ ഒരു കാര്യം പ്രാർത്ഥിക്കുക. ദിവസന്ധി പ്രാർത്ഥിക്കുമ്പോൾ താൻ പറയുകയാണ്, എൻ്റെ യജമാനനോട് നിനക്ക് കൃപയുണ്ടെന്ന് നീ തെളിയിക്കണം. സ്തോത്രം. അപ്പോൾ ഒരു അടയാളം മുന്നിൽ വെക്കുന്നു. ഒരു പെൺകുട്ടി വരും. ആ പെൺകുട്ടിക്ക് ഞാൻ അവളോട് വെള്ളം ചോദിക്കുമ്പോൾ സ്തോത്രം എനിക്ക് വേണ്ടി മാത്രമല്ല ഈ ആടുമാടുകൾക്കും ഒട്ടകത്തിനും കൂടെ വെള്ളം കോരിത്തരാം എന്ന് പറയുന്നവളാണ് എൻ്റെ യജമാനന്റെ മകന്റെ ഭാര്യയായിട്ട് വരേണ്ടത്. സ്തോത്രം. അപ്പോൾ ഒരു പ്രാർത്ഥനാ വിഷയമാണ്. ആ പ്രാർത്ഥനാ വിഷയം പ്രാർത്ഥിച്ചങ്ങോട്ട് അവസാനിപ്പിക്കുമ്പോൾ തന്നെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണാൻ കഴിയുന്നു, നിന്റെ പാത്രം ഇരക്കി എനിക്ക് കുടിപ്പാൻ തരണം എന്ന് ഞാൻ പറയുമ്പോൾ കുടിക്ക, നിന്റെ ഒട്ടകങ്ങൾക്കും കുടിപ്പാൻ കൊടുക്കാമെന്ന് പറയുന്ന സ്ത്രീ തന്നെ നീ നിന്റെ ദാസനായ ഇസ്ഹാക്കിന് നിയമിച്ചവളായിരിക്കട്ടെ. നീ എൻ്റെ യജമാനനോട് കൃപ ചെയ്തു എന്ന് ഞാൻ അതിനാൽ ഗ്രഹിക്കും. അടുത്ത പദം നിങ്ങൾ ശ്രദ്ധിച്ചോണേ. അവൻ പറഞ്ഞ് തീരും മുമ്പേ. സ്തോത്രം. ശ്രദ്ധിച്ചോ? ആ സെന്റൻസ് എനിക്കേറെ ആവേശം തന്നു. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, പ്രാർത്ഥിച്ച് തീരുന്നതിന് മുമ്പേ. സ്തോത്രം. തീരും മുമ്പേ ഇതാ സ്തോത്രം പ്രാർത്ഥനയുടെ മറുപടി മുമ്പിൽ വന്ന് നിൽക്കുക. അബ്രഹാമിനോട് എനിക്ക് കൃപയുണ്ട്, എൻ്റെ ദാസനോട് എനിക്ക് കൃപയുണ്ട്. അവിടെ കാണിച്ചു കൊടുക്കുക. എന്താണോ എലയാസർ പ്രാർത്ഥിച്ചത് അതുപോലെ തന്നെ എന്ത് വാചകങ്ങളാണോ ദൈവസന്നിധിയിൽ അടയാളം വെച്ച് പ്രാർത്ഥിച്ചത് അതുപോലെ തന്നെ ദൈവം ചെയ്തു കൊടുത്തിട്ട് എനിക്ക് അബ്രഹാമിനോട് കൃപയുണ്ട്, എലിയാസറെ നിന്റെ യജമാനനോട് എനിക്ക് കൃപയുണ്ട് എന്നവിടെ തെളിയിക്കുമ്പോൾ ഇന്ന് പകൽ അടയാളങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന ചിലർ ഇതിനകത്തുണ്ട്. ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിച്ച് തീരുമ്പോൾ തന്നെ, ഇന്ന് പകലിൽ ഈ മീറ്റിംഗ് അവസാനിക്കുമ്പോൾ തന്നെ ദൈവത്തിന് സ്തോത്രം, പ്രാർത്ഥനയുടെ മറുപടികൾ നിന്റെ മുമ്പിൽ വെളിപ്പെടാൻ വേണ്ടി പോകുകയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുമ്പോൾ എത്ര പേര് ദൂതന് ആമേൻ പറഞ്ഞ് കരങ്ങൾ അടിച്ച ദൂതന് സ്വീകരിക്കുന്നുണ്ട്, ദൈവത്തിന് സ്തുതിക്കുന്നുണ്ട്. നീ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ തന്നെ, ആരാധന കഴിയുമ്പോൾ തന്നെ അടയാള സഹിതം വരുന്ന ദിവസങ്ങൾ അടയാള സഹിതം ദൈവം ചിലത് തെളിയിക്കാൻ വേണ്ടി പോകുക. ദൈവവൈതലേ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ കുഞ്ഞേ, എനിക്ക് നിന്നോട് കൃപയുണ്ടത്. ശ്രദ്ധിച്ചോ? പറഞ്ഞ തീരും മുമ്പേ അവിടെ മറുപടി വരികയാ. സ്തോത്രം. ഇതാ നമ്മുടെ ദൈവത്തിന്റെ പ്രവൃത്തി
എന്ന് പറയുന്നത്. സ്തോത്രം. ഒരിക്കൽ അബ്രഹാം തൻ്റെ കൂടാരത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ സ്തോത്രം 3 പേരിങ്ങനെ നടന്നു പോകുക. അബ്രഹാം ചെന്നിട്ട് പറയുന്നൊരു പ്രസ്താവനയുണ്ട്, നിങ്ങൾക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ എന്നെ കടന്നു പോകരുതേ. ഇതാ അബ്രഹാം പറയുന്നത്, നിങ്ങൾക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ. ഞാൻ ഒരു പ്രാവശ്യം അത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 3 പേരാ പോയതെങ്കിലും കാണേണ്ടുന്നവനെ, അറിയേണ്ടുന്നവനെ അബ്രഹാം തിരിച്ചറിഞ്ഞിട്ട് ആ ദൈവത്തോടാണ് പറയുന്നത്, ദൈവമേ നിനക്കെന്നോട് കൃപയുണ്ടെങ്കിൽ എന്നെ കടന്നു പോകരുത്. ആ വാക്കെന്നെ അങ്ങ് പിടിച്ചു കുലുക്കി. മറ്റൊന്നും കൊണ്ടുമല്ല, പലരും അബ്രഹാമിനെ കടന്നു പോയിട്ടുണ്ട്. കൂടെ നടന്ന അപ്പൻ തേരഹ് വഴിയിൽ വെച്ച് അബ്രഹാമിനെ കടന്നുപോയി. സ്തോത്രം. ലോത്ത് വഴിയിൽ വെച്ച് അബ്രഹാമിനെ കടന്നുപോയി. ഹാഗാർ വഴിയിൽ വെച്ച് അബ്രഹാമിനെ കടന്നുപോയി. നോക്കിക്കേ, സ്വന്തക്കാരും ബന്ധക്കാരും ബന്ധുമിത്രാദികളും ചാർച്ചക്കാരും സകലരും അബ്രഹാമിനെ കടന്നുപോയപ്പോൾ കടന്നു പോകരുതേ എന്നുള്ള പ്രാർത്ഥനയുടെ നടുവിൽ അബ്രഹാമിനെ കടന്നു പോകാതെ അവന്റെ ഭവനത്തിലേക്ക് കയറി ചെന്നിട്ട് അവനെ അനുഗ്രഹിച്ച് എഴുന്നേറ്റൊരു ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ ദൈവം അവിടെ തെളിയിക്കുകയാ. ബന്ധുമിത്രാദികൾ മാറിപ്പോകും, ചാർച്ചക്കാർ മാറിപ്പോകും, സുഹൃത്തുക്കൾ മാറിപ്പോകും, എന്നാൽ നിന്നെ കടന്നു പോകാത്ത ഒരു ദൈവമുണ്ട്. ദൈവത്തിന് തെളിയിച്ച മതിയാകൂ, എനിക്ക് നിന്നോട് കൃപ ഉണ്ട്. സ്തോത്രം. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. സ്തോത്രം. ലോത്തിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം തന്നെ അതിന്റെ 19-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ഉൽപ്പത്തി പുസ്തകം 19-ാമത്തെ അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം ദയവായിട്ടൊന്ന് വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 19-ാമത്തെ അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. സ്തോത്രം. ലോത്ത് പറയാണ്, നിനക്ക് അടിയനോട് കൃപ തോന്നിയല്ലോ. സ്തോത്രം. അബ്രഹാമിന്റെ അടുക്കൽ നിന്ന് സോദോമിനെയും ഗോമോറയും നശിപ്പിക്കാനായിട്ട് ദൂതന്മാർ കടന്നു പോകുമ്പോൾ സ്തോത്രം നോക്കൂ, ആ സോദോമിന്റെയും ഗോമോറയുടെയും ആ പട്ടണത്തിന്റെ മുൻപിലായിട്ട് ലോത്ത് ഇങ്ങനെ ഇരിക്കുക. സ്തോത്രം. ഓടിച്ചെന്ന് അവരോട് പറയുന്നു, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് എന്ത് ചെയ്യണം? വരണം. നമുക്ക് ആ ചരിത്രമൊക്കെ നല്ലവണ്ണം അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു വിടുക, നിങ്ങൾ ശ്രദ്ധിക്കണേ. സ്തോത്രം. ഇത് മറ്റാർക്കും അറിയാത്തൊരു രഹസ്യമാണ്. എന്താണെന്നറിയാമോ? ആ പട്ടണത്തെ നശിപ്പിക്കാൻ വേണ്ടി പോകുക. സ്തോത്രം. ആ പട്ടണത്തെ നശിപ്പിച്ച് നാമാവശേഷമാക്കാൻ വേണ്ടി പോകുമ്പോൾ ഇത് ആരോടും എന്ത് ചെയ്തിട്ടില്ല? പറഞ്ഞിട്ടില്ല. അബ്രഹാമിനോട് പറഞ്ഞു. സ്തോത്രം. സോദോമിലും ഗോമോറയിലുമുള്ള ആരോടും ഇത് അറിയിച്ചിട്ടില്ല. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ ലോത്തിനോട് ഈ കാര്യം എന്ത് ചെയ്തു? പറഞ്ഞു. സ്തോത്രം. ആ പറയുന്നതിനകത്ത് തന്നെ സ്തോത്രം അവനെ അവിടുന്ന് പുറത്തു കൊണ്ടുവരാനുള്ള പദ്ധതിയാണ് പറയുന്നത്. ആ പറയുന്നതിനകത്ത് തന്നെ ദൈവം കൃപയുള്ളവനാണെന്ന് അവിടെ അങ്ങ് തെളിയിക്കുകയായിരുന്നു. എന്താണെന്നറിയാമോ? മറ്റാർക്കും കൊടുക്കാത്തൊരു ദൂത്, മറ്റാരോടും പറയാത്തൊരു ദൂത്. സ്തോത്രം. ശ്രദ്ധിച്ചേ, ആ പട്ടണത്തിനകത്ത് മറ്റാർക്കും ഈ സംഭവം അറിയാതിരിക്കുമ്പോൾ ലോത്തിന് ഇത് അറിയാം. തന്നെ ഉപദ്രവിക്കാൻ വന്നവർ, സ്തോത്രം, ആ വന്നവരുടെ കണ്ണിന് അന്ധത പിടിപ്പിക്കുന്ന നിലയിൽ ദൂതന്മാരവിടെ പ്രവർത്തിച്ചെങ്കിൽ ലോത്തേ നിന്നോട് എനിക്ക് കൃപയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇതാ ദൈവം അവിടെ തെളിയിച്ചു കൊടുക്കുന്നത്. സ്തോത്രം. മറ്റുള്ളവരൊക്കെ ചേർന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും കളി പറയുന്നത് പോലെ ചില കാര്യങ്ങളൊക്കെ തോന്നുമ്പോഴും ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ സ്തോത്രം വേണ്ട വിധത്തിൽ ഗൗരവമില്ലാതെ ആ ലോത്ത് അവിടെ കിടന്ന് ഇങ്ങനെ അങ്ങോട്ട് പരതുമ്പോൾ ദൈവത്തിന് സ്തോത്രം അവൻ്റെ കൈക്ക് പിടിച്ചിട്ട് പുറത്തു കൊണ്ടുവന്നിട്ട് അവനെ രക്ഷിക്കുന്നുവെങ്കിൽ അതിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ കൃപ. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ അതിനൊരു വ്യാഖ്യാനം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ശ്രദ്ധിച്ചോണം. സ്തോത്രം. ഇവന് പ്രാർത്ഥനയ്ക്ക് വരാനും ഇവന് ദൈവനാമത്തിന് വേണ്ടി നിൽക്കാനൊന്നും ഇവന് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഇവൻ അങ്ങനെ താല്പര്യമില്ലാതിരിക്കുമ്പോൾ തന്നെ, ഇവൻ ഉഴപ്പി നടക്കുമ്പോൾ തന്നെ ഇവന്റെ കരത്തിന് പിടിച്ച് പുറത്തു കൊണ്ടുവന്നിട്ട് അവന്റെ ജീവനെ രക്ഷിച്ചെടുത്തതുപോലെ ആ സംഭവം ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം ആത്മാവിന്റെ ദൂരം എത്ര പേർക്കൊന്ന് കത്തി കയറുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നീ വേണ്ട വിധത്തിൽ ദൈവത്തെ മാനിക്കാതെയും ദൈവനാമത്തിന് വേണ്ടി ചെയ്യാതെയൊക്കെ ഇരിക്കുമ്പോൾ തന്നെയും നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോത്തേ, നീ വീടിനകത്ത് താളം ചവിട്ടി നിൽക്കുമ്പോഴും ദൈവത്തിന് സ്തോത്രം അതിനകത്ത് നീ പെട്ടുപോകാതെ, നിന്റെ കുടുംബം നശിച്ചു പോകാതെ അതിനകത്ത് നിന്റെ കൈക്ക് പിടിച്ച് നിന്നെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിന്നോട് എനിക്ക് കൃപയുണ്ട് ലോത്തേ. സ്തോത്രം. ഇതുപോലെയാ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് കേട്ടോ. വേണ്ട വിധത്തിൽ ആരാധനയൊന്നുമില്ല, പ്രാർത്ഥനയൊന്നുമില്ല.
ദൈവസന്നിധിയിൽ വരാൻ സമയമില്ല, പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കാൻ സമയമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ആ പോരായ്മകൾക്കകത്ത് തന്നെ നിന്നെ സ്നേഹിക്കാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. ഇന്ന് പകൽ ദൈവം ചിലത് കൃപ കാണിച്ച് തെളിയിക്കാൻ വേണ്ടി പോവുകയാണെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാൽ എത്ര പേർ കാമയം പറഞ്ഞ് അതൊന്ന് സ്വീകരിക്കാൻ കഴിയുന്നുണ്ട്? നമ്മുടെ കണ്ണുകളൊക്കെ ദിവസം അടച്ചേ ആ ദൈവ കൃപയ്ക്കായി നമുക്ക് ദൈവത്തിന് നിന്ന് സ്തോത്രം ചെയ്യാം. എല്ലാവരും ചില മിനിറ്റുകൾ കരങ്ങൾ അടിച്ച് ദൈവത്തിന് നിന്ന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ കൃപയുടെ ബഹുത്വം, ദൈവത്തിന്റെ കൃപയുടെ ആഴം നമുക്ക് ഗ്രഹിക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽ നീ പ്രതീക്ഷിക്കാത്ത മണ്ഡലത്തിനകത്ത് ആ ദൈവ കൃപ നിന്നെ ചിലരെ അനുകൂലമാക്കി മാറ്റുന്നത് പോലെ ദൈവം ചിലത് ചെയ്യുവാനായിട്ട് പോകുക. പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുന്ന വിഷയത്തിനകത്ത് ദൈവം മറുപടി നൽകി തന്നുകൊണ്ട് എനിക്ക് നിന്നോട് കൃപയുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി പോകുക. മറ്റുള്ളവരൊക്കെ നിന്നെ കടന്നു പോകുമ്പോൾ കടന്നു പോകാതെ നിന്നെ അനുഗ്രഹിച്ച് എനിക്ക് നിന്നോട് കൃപയുണ്ടെന്ന് ദൈവം തെളിയിക്കാൻ വേണ്ടി പോകുക. നീ ഉഴപ്പനായി നടക്കുമ്പോൾ നിന്റെ കരത്തിന് പിടിച്ച് നിന്റെ ജീവൻ രക്ഷിച്ചിട്ട് ദൈവത്തിന് നിന്നോട് പറയാനുള്ള ദൂത്, എനിക്ക് നിന്നോട് കൃപയുണ്ട്. എല്ലാ നന്മകളും അനുഭവിച്ചിട്ട് പത്രോസ് ഒരു ദിവസം പറയുക, എനിക്ക് അവനെ അറിയത്തില്ല എന്ന് പറഞ്ഞ് ആണയിടുവാനും പ്രാകുവാനുമായിട്ടൊക്കെ തുടങ്ങിയെന്നേ. എന്നാൽ നാളുകൾ കഴിഞ്ഞപ്പോൾ, ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ പത്രോസിന്റെ മുൻപാകെ ഒരു ചോദ്യം വരിക, ഇവരിൽ അധികമായി പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ചോദ്യത്തിന് മുമ്പിൽ പത്രോസ് തകർന്നുപോയി. എന്നാൽ ദൈവത്തിന് സ്തോത്രം, അവന്റെ പോരായ്മകളെ അറിഞ്ഞിട്ടും അവനെ തള്ളിക്കളയാതെ അവന് വേണ്ടി ചിലത് തമ്പുരാൻ നൽകി കൊടുത്തെങ്കിൽ, അവന്റെ പേര് മാറ്റിയിട്ട് ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ഒരു താക്കോൽ അവന്റെ കരത്തിൽ കൊടുത്തെങ്കിൽ, കഴിഞ്ഞ കാലങ്ങളിലെ പോരായ്മകളെ കണക്കിടാതെ വണ്ണം നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നേ, നിന്റെ മേൽ കൃപ പകരുന്ന ഒരു ദൈവമുണ്ടെന്നേ. ഇന്ന് വരെ രാജാവിന്റെ കാരാഗ്രഹത്തിൽ ഇങ്ങനൊരു വിടുതൽ നടന്നിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് വരെ ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എന്നാൽ യോസഫ് അതിന്റെ നടുവിൽ രക്ഷപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. എന്ത് പ്രതിസന്ധി വന്നാലും, എന്ത് പ്രതികൂലം വന്നാലും ആ ദൈവത്തോടൊന്ന് ചേർന്ന് നിന്നാൽ പൊന്നുപോലെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. വരുന്ന ദിവസങ്ങളിൽ ദൈവത്തിന്റെ കൃപയുടെ ബഹുത്വം നീ അനുഭവിച്ചറിയാൻ വേണ്ടി പോകുക. സ്തോത്രം. ഞാൻ ഒരു കാര്യം കൂടെ അതിനോട് ചേർന്ന് പറയാം. 10 കുഷ്ഠരോഗികൾ സൗഖ്യമായി. 10 പേര്, 9 പേരും തിരിഞ്ഞ് അവരുടെ വഴിക്ക് പോയപ്പോൾ ഒരാള് തിരിച്ചു വന്നു. സ്തോത്രം. നന്ദി പറയാം. ദൈവം അവനോട് ചോദിക്കുന്നു, നിങ്ങൾ 10 പേരുണ്ടായിരുന്നല്ലോ, ബാക്കി 9 പേരും ഇവിടെ? സ്തോത്രം. മറുപടിയില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, 9 പേരുടെ കൂട്ടത്തിൽ നീ ആകരുത് കേട്ടോ. നീ നന്ദിയുള്ളവനായിരിക്കണം. സ്തോത്രം. നന്ദിയുള്ളവളായിരിക്കണം. ദൈവം നിനക്ക് ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് തക്കവണ്ണം ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സ്വഭാവം നിന്നിലുണ്ടായിരിക്കണം. ആ ഒരു കുഷ്ഠരോഗിയെ പോലെ നീ ദൈവസന്നിധി മടങ്ങി വരണം. സ്തോത്രം. ഇന്ന് പകലിൽ നമ്മളെ കേൾപ്പിച്ച 2 ദൂതുകൾ ഒരു മടങ്ങി വരവിന്റെ ദൂത. സ്തോത്രം. വീണെടുത്ത് കിടക്കല്ല വേണ്ടുന്നത്, അവിടെ നിന്ന് എഴുന്നേൽക്കണം. സ്തോത്രം. അവിടെ നിന്ന് എഴുന്നേറ്റ് പഴുതിനേക്കാൾ ശക്തിയായിട്ട് നിനക്ക് ഓടാനുള്ള ഇന്ധനമാ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ നിറച്ചു തന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇത് നിന്റെ ഒരു റീസ്റ്റാർട്ടാ, ഒരു രണ്ടാമത്തെ തുടക്കമാ. ദൈവത്തിന് സ്തോത്രം. ഇനി നീ പുറമോട്ട് പോകത്തില്ല. പുറമോട്ട് പോകാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. നീ തീയിൽ നിന്ന് വലിച്ചെടുത്തൊരു കൊള്ളിയാണെന്നാ ദൈവത്തിന് പറയാനുള്ളത്. പുതിയൊരു ഹൃദയത്തെ, പുതിയൊരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി തമ്പുരാൻ തരികയാണ്. സ്തോത്രം, 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 സ്തോത്രം. ഇവിടെ നിന്ന്
പിടിച്ചു കയറിക്കോണം കേട്ടോ. സ്തോത്രം. ഇവിടെ ഒന്ന് പിടിച്ചു കയറിക്കോണം. പ്രാർത്ഥനയ്ക്കകത്ത്, ആരാധനയ്ക്കകത്ത്, വ്യക്തിപരമായ ധ്യാനത്തിനകത്ത്, വ്യക്തിപരമായ ദൈവത്തോട് ചേർന്നിരിക്കുന്നതിനകത്ത് ഇവിടെ ഒന്ന് പിടിച്ചു കയറിക്കണം. ഇന്ന് തുടങ്ങി മണിക്കൂറുകൾ വർദ്ധിക്കട്ടെ. ഇന്ന് തുടങ്ങി ആ പഴയ നിലകളിലേക്ക്, പഴയ ആത്മസാന്നിധ്യം അനുഭവിക്കുന്ന നിലവാരത്തിലേക്ക്, വെളിപ്പാട് പറയുന്നത് പോലെ, പ്രവചനം പറയുന്നത് പോലെ, സ്വപ്നങ്ങൾ കാണുന്നത് പോലെ, ദർശനങ്ങൾ കാണുന്നത് പോലെ, വചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിച്ചെടുക്കുന്നത് പോലെ, മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് പോലെ ദൈവം ചിലത് നിന്നിൽ കൂടെ ഒരു നല്ല പ്രവൃത്തിയെ പിന്നെ ഇന്ന് തുടങ്ങി ആരംഭിക്കുകയാണ്. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പഴയതിനെ നിങ്ങൾ ഓർക്കണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ഞാൻ പ്രാരംഭത്തിൽ ആരാധന തുടങ്ങിയപ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട്. സ്തോത്രം. മനസ്സ് തകർന്നും നുറുങ്ങിയുമായിരിക്കും ഇതിനകത്ത് കടന്നു വന്നത്. പക്ഷെ മടങ്ങി പോകുമ്പോൾ അങ്ങനെയല്ല കേട്ടോ. ദൈവത്തിന് സ്തോത്രം. മടങ്ങി പോകുമ്പോൾ നീ ധൈര്യത്തോടെ ഇതിനകത്ത് നിന്ന് പോകുന്നത്. സ്തോത്രം. ഇന്ന് പകലിൽ നിനക്കൊരു ശുദ്ധീകരണം സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് പകലിൽ ഒരു റീസ്റ്റാർട്ട് നിന്റെ ജീവിതത്തിൽ തമ്പുരാൻ നൽകി തരുന്നുണ്ട്. ഇവിടെ നിന്ന് പിടിച്ച് കയറുക. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ കരുണയെ വൃഥാവാക്കി കളയരുത്. ദൈവത്തിന്റെ കൃപയെ വൃഥാവാക്കി കളയരുത്. ലോത്തിനെ ഒന്നുകൂടെ ശ്രദ്ധിച്ചോണം കേട്ടോ. സ്തോത്രം. അത്രയൊക്കെ അരുളപ്പാടുണ്ടായിട്ടും, അത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങുക. ദൈവം കരത്തിന് പിടിച്ച് പുറത്തു കൊണ്ടുവന്നു. സ്തോത്രം, സ്തോത്രം. അവൻ നശിച്ചു പോകാൻ ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവം ഇതിൽ നീ നശിച്ചു പോകാൻ ദൈവത്തിന് യാതൊരു താല്പര്യമില്ല. സ്തോത്രം. എങ്ങനെയെങ്കിലും നിന്നെ പുറത്തു കൊണ്ടുവരണമെന്നാ ദൈവം ആഗ്രഹിക്കുന്നത്. ഇത് പകലൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. നിനക്ക് താല്പര്യമില്ലാഞ്ഞിട്ട് നിന്നെ ഇത്രത്തോളം വിടുവിക്കുന്നുണ്ടെങ്കിൽ സ്തോത്രം, നീ ഒന്നുകൂടെ ചേർന്ന് നിന്നാലോ. സ്തോത്രം. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. സ്തോത്രം. ഞാൻ ഒന്നുകൂടെ അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. താല്പര്യമില്ലാതിരുന്നിട്ടും, വേണ്ട വിധത്തിൽ ഗൗരവം കാണിക്കാതിരുന്നിട്ടും ആ ലോത്തിനെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ, ഒന്ന് ഗൗരവം കാണിച്ചിരുന്നെങ്കിലോ, ഒന്ന് താല്പര്യം കാണിച്ചിരുന്നെങ്കിലോ. സ്തോത്രം. അതാ നമ്മുടെ ദൈവം. സ്തോത്രം. നമുക്കെല്ലാ കണ്ണുകൾ ദിവസം അടഞ്ഞിരിക്കുമ്പോൾ പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം.